ഉള്ളത് നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാട്ടോ നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നതും കൂടെ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഞാൻ ചൂടായ പാനിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് കിട്ടുക. അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വഴന്ന് വരാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളേ. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ യെല്ലോയും അതേപോലെ റെഡും പകുതി ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കളർ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, ഗ്രീൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള മസാലപ്പൊടികളാണ്. അപ്പോൾ ഇതാ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കണ്ടിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ അതാ ഒരു 1/2 ടീസ്പൂൺ കണ്ടിട്ട് തന്നെ ചിക്കൻ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്നെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ കച്ചപ്പാട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അതങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പച്ച സ്മെല്ല് പൊടിയുടെ ഒക്കെ പച്ച സ്മെല്ലും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉള്ളിയിലൊക്കെ നല്ലതുപോലെ മസാല പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു പച്ച സ്മെല്ല് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിച്ചപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങ് ഫ്ലെയിമൊക്കെ ഓഫായിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് ഒരു നുള്ളു മതിയേ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കിയിട്ട് ഇടാൻ പാടിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ചേഞ്ച് ആയിട്ട് പോവും. അപ്പോൾ സിമ്മിലാക്കി ഇട്ടതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാവും കേട്ടോ. ഇനി നമ്മൾ ഓരോ പുഴുങ്ങിയ കോഴിമുട്ട ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ആ ഒരു മസാലയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അടിഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഒന്നായി വന്നപ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു താഴ്ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് കവർ ചെയ്തെടുക്കാനുള്ള ഷീറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് അതിലേക്ക് 1 കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം പാലാട്ടോ. ഫസ്റ്റ് ഞാൻ ഒരു 1/2 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
1 കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1/2 പ്ലസ് ഒരു 3/4 അങ്ങനെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ടാണ് നമ്മളിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഫുള്ളായിട്ട് അങ്ങ് അടിയണമെന്നില്ല നമ്മൾ അടിച്ചെടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത്രയും ലൂസ് വേണം നമുക്ക് ഈ ഒരു മാവ്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണേ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് കേട്ടോ, അത്രയും മതി. ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതായത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ജസ്റ്റ് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തീ കൂട്ടാതെ നോക്കണം കേട്ടോ, സിമ്മിലാക്കി ഇട്ടാൽ മതി, അല്ലാണ്ട് അങ്ങ് ചൂടായി പോകണ്ട. എന്നിട്ട് അതിലേക്ക് ഇതാ ഞാൻ ഒരു തവി മാവാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ചുട്ടിട്ട് കൊടുത്താൽ മതി ഇതുപോലെ. അല്ലാണ്ട് അങ്ങ് ചൂട് കൂടിപ്പോയാൽ ഇതുപോലെ ആയി കിട്ടണമെന്നില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങ് ചുറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ എപ്പോഴും സിമ്മാക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. സൈഡിലൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ആയി വന്നാൽ ഇതൊന്നങ്ങ് മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്നങ്ങ് ആക്കിയെടുക്കുക കേട്ടോ. ഒന്നങ്ങ് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഞാൻ ഭാഗം കൂടി താഴ്ഭാഗം ജസ്റ്റ് ഒന്നായി വരട്ടെ കേട്ടോ. ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് അങ്ങ് ചൂടായി പോകരുത്, അല്ലാണ്ട് അങ്ങ് നെരിഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മടക്കിയെടുക്കാൻ കഴിയില്ല. ഇനി ആ ഭാഗം ഒന്നായി വരട്ടെ. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതിയേ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 ദോശയാണ് ഞാൻ ഇതുപോലെ നൈസാക്കിയിട്ട് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ, അതിൽ നിന്നൊരു ദോശ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കാം. സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്കൊന്ന് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം മൈദ കുറഞ്ഞ വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് ലൂസാവും വേണ്ട, എന്നാൽ വല്ലാണ്ട് അങ്ങ് ടൈറ്റ് ആവും വേണ്ട കേട്ടോ. ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലും ഇതുപോലെ ഒന്ന് നമ്മൾ ആ ഒരു മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, കുറഞ്ഞ അളവിൽ മതി കേട്ടോ. ഇനി ഈ ഭാഗം എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗത്തും ജസ്റ്റ് ഒന്ന് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. ഇനി ആ താഴ്ഭാഗം സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ. അതേപോലെ തന്നെ ആ ഭാഗം എടുത്തിട്ട് അതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഇപ്പോൾ ലോക്കഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കേട്ടോ നമ്മളിത് മടക്കിയെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ മടക്കിയെടുത്താൽ മതി ഫില്ലിങ്സ് വെച്ചിട്ട്. ഇപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതുപോലെ അങ്ങ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതിയേ. ഞാനൊരു 3 വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഷാലോ ഫ്രൈ ആയിട്ടും അതേപോലെ ഡീപ് ഫ്രൈ ആയിട്ടും ഒക്കെ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മീഡിയം ലെവലിൽ മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ മുക്കി പൊരിക്കും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ എന്നാൽ ഷാലോ അല്ല ആ ഒരു രീതിയിലാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. താഴ്ഭാഗം ഏകദേശം ഒന്നായി വന്നപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നമുക്ക് ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.